ഈ പി ജയരാജൻ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പരാമർശിക്കാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങ് എക്സ്ട്രീം ഒക്കെ പറയും. ഇപ്പം പറഞ്ഞ ഒരു കാര്യം വളരെ രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേന്ദ്രം നിയമം മാറ്റിയില്ലെങ്കിൽ നാടൻ തോക്ക് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ വേട്ടയാടും എന്നുള്ളത്. അതിന് ഇ.പി. ജയരാജന് എന്തിനാ തോക്ക് കയ്യിലോട്ട് കൊടുക്കുന്നത്? ഇ.പി. ജയരാജനെ അങ്ങോട്ട് ആ മൃഗങ്ങളുടെ അടുക്കലേക്ക് വിട്ടാൽ പോരെ. ജയരാജനെ കാണുമ്പോഴേ അവരെല്ലാം ജീവനും കൊണ്ട് ഓടും. എന്തിനാ അല്ല, തോക്ക്? നമ്മളെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇത് എന്താണ് സംഗതി എന്ന്. സംഗതി ഇതാണ്: വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷിക്കാരെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ, ഇത്തരത്തിൽ നാടൻ തോക്കുകളൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ അങ്ങ് മുന്നിട്ടിറങ്ങും. ഇനി ആരെങ്കിലും കേസുമായിട്ടൊക്കെ വന്നാൽ ഞാൻ ജയിലിൽ കിടന്നോളാം എന്നുള്ള തരത്തിലുള്ള ഭയങ്കര എന്താ പറയുന്നത്, ക്രൂര കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതെ, ഈ ഭൂമിയിൽ ഇ.പി. ജയരാജനും പിണറായി വിജയനും വിജയനാഥനും മാത്രമല്ല ജീവിക്കേണ്ടത്. ഈ ഭൂമിക്ക് ഒരുപാട് അവകാശികളുണ്ട്. അത് നമ്മളെല്ലാവരും. പിന്നെ കടുവയുണ്ട്, പുലിയുണ്ട്, പാറ്റയുണ്ട്, പല്ലിയുണ്ട്, പഴുതാര, ഇവർക്കെല്ലാം ജീവിക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുണ്ട്, ഭൂമിയുടെ അവകാശികൾ. എല്ലാവർക്കും ഇതിനകത്ത് അവകാശമുണ്ട്. പിന്നെ മനുഷ്യൻ ഈ കയ്യൂക്കുള്ളത് കൊണ്ട് അവൻ കയറി കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നു അല്ല, എന്നുള്ളതാണ്. ഇതിപ്പോ ഇതൊക്കെ പറയുമ്പോൾ മൃഗങ്ങൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ജീവനുകൾ പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? പണ്ട് ഇത്രത്തോളം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത്രത്തോളം ഭീതിജനകമായിട്ടില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത്? അവിടെ എന്താണ് പ്രശ്നം? മറ്റെന്തെങ്കിലും പ്രശ്നം? ഇതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇത് കാരണം മൃഗങ്ങൾ ഇതിന് വെറുതെ നാട്ടിലോട്ട് ഇറങ്ങത്തില്ലല്ലോ. ഇതിനകത്ത് അത് കാലാവസ്ഥ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അത് ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. പഴയ ഇതിൽ നിന്നും മാറുകയും ചെയ്തു. മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കൃഷിനാശം ഉണ്ടാക്കുന്നു, ഒക്കെ ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി കേന്ദ്രം ഫണ്ട് വരെ സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളതാണ്, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. അതെ. ഇപ്പം ഈ ആദിവാസികളൊക്കെ താമസിക്കുന്ന ഇടങ്ങളൊക്കെയോ, പിന്നെ വനമേഖലയോടെ ചേർന്ന് കാട്ടാനയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരവിടെ പടങ്ങ് ഉണ്ടാക്കിയിടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിൽ നിന്നുള്ള കാട്ടാനയുടെ ശല്യത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാം. ഈ ഒരു രീതിയൊക്കെ ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കൃഷിനാശം വരുത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പോകണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് നായാട്ടിന് അനുമതി നൽകണം. ഇത് നായാട്ടിന് എല്ലാവരും രാവിലെ നായാട്ടിന് ഇറങ്ങും. രാവിലെ ജോലിക്ക് സെക്രട്ടേറിയറ്റ് ജോലിക്ക് എന്ന് പറയുന്ന പോലെയാണ്. രാവിലെ എവിടെ പോകുന്നു? നായാട്ടിന് പോകും. പണ്ട് കാലത്ത് ഈ കുറേ പ്രമാണിമാർ ഇറങ്ങുമായിരുന്നു നായാട്ടിന്. അവന്മാർ ഈ തിന്നുകൊഴുത്ത് ഈ വയറും തടവി അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഒന്ന് നായാട്ടിന് പോകും. നായാട്ടിന് പോയിട്ട് നല്ല പിന്നെ രുചി ഊറുന്ന പിന്നെ മാംസവും ഒക്കെ ആയിട്ട് വരും. ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആരെയൊക്കെ എന്തിനെയൊക്കെ ആയിരിക്കും വേട്ടയാടി കൊണ്ടുവരിക? പന്നി ശല്യം കേരളത്തിലെ മലയോര മേഖലകളിലൊക്കെ നന്നായിട്ടുണ്ട്. ഇതിന് പരിഹാരം കൊടുക്കണം. ഇതിനെയൊന്നും കൊല്ലാനുള്ള അനുമതി ഒന്നും തന്നിട്ടില്ല. അങ്ങനെ കൊല്ലാനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു വഴിവിട്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. കേന്ദ്ര വനം വകുപ്പിൻ്റെ നിയമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവരൊരു കമ്പ് പോലും ഓടിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. ശബരിമല ഇരിക്കുന്നത് കൊടും വനത്തിനകത്താണ്. നമ്മളിപ്പോൾ ശബരിമല ഇപ്പോൾ നമ്മൾ പിന്നെ ദൃശ്യത്തിലോ അല്ലെങ്കിൽ അവിടെ പോയി കാണുന്നവർക്കോ ഒരു ടൗൺഷിപ്പ് പോലെ തോന്നും. പക്ഷെ കൊടും വനത്തിനകത്താണ്. അത് വനം വകുപ്പ് നൽകിയതാണ്. അത് 50-55 ഏക്കറിനകത്ത് മാത്രമാണ് നിൽക്കുന്നത്. ഇനി ഒരു സെന്റ് പോലും ചോദിച്ചാൽ സൂചി കുത്താൻ പോലും വനം വകുപ്പ് കൊടുക്കത്തില്ല. ഈ ഈ അടുത്ത കാലത്ത് പിന്നെ ശബരിമലയ്ക്ക് ആവശ്യത്തിന് വേണ്ടി അല്പം സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് കുളത്തൂപ്പുഴ വനത്തിൽ പകരം വനം വകുപ്പിന് കൊടുക്കേണ്ടി വന്നു, ദേവസ്വം ബോർഡിൻ്റെ. അങ്ങനെയുള്ളൊരു വ്യവസ്ഥയിന്മേലാണ് പോകുന്നത്. ഇത് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഇവിടെ ആവശ്യമാണ്. ഇവർക്ക് ഇതെന്താവൊന്നും അറിയത്തില്ല. ഇവർ മറ്റേ കണ്ടൽ വനങ്ങളെ വലിയ ഇതാക്കാനിരുന്നവരാണ്. കണ്ണൂരിലെ എന്താണ് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കാൻ മാറ്റി. കണ്ടൽ കാടുകൾ കണ്ടിട്ടില്ലേ? നല്ല സുന്ദരമാണ്. അതിനെ കണ്ടൽ കാടിൻ്റെ അവിടെ ഒരു പാർക്ക് ഉണ്ടാക്കാനിരുന്നതാണ്. അതിനെ അതിശക്തമായി എതിർത്തത് പൊക്കുടനാണ്. ഈ കണ്ടൽക്കാടിൻ്റെ ഒരു സംരക്ഷകൻ പൊക്കുടൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പൊക്കുടൻ മരിച്ചുപോയി.
അന്ന് എതിർത്തുകൊണ്ടാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ CPM-കാർ കണ്ടൽ പാർക്ക് ഉണ്ടാക്കിയതിനെ അവിടെ. അവർക്ക് ഈ വനപ്രദേശം ആകെ ഏരിയ മുഴുവന് നോട്ടമിട്ടിട്ടുണ്ട് CPM-കാർ. അവർക്ക് ഈ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം, റിസോർട്ട് പോലെ. പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നപ്പം ശബരിമല നോട്ടമിട്ടതാണല്ലോ. അതുകൊണ്ടല്ലേ ചില പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ എന്തിനാ 360 ദിവസം തുറന്നിരിക്കുക, ആ ശബരിമല പാത നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിന് യൂസഫ് അലിയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തകർത്തെറിയുകയും ചെയ്തു എന്നുള്ളതാണ്. ശബരിമല എന്നുള്ളത് അങ്ങനെ നടന്ന് കാട്ടും മേടും ഒക്കെ നടന്ന് കല്ലും മുള്ളും താണ്ടി എത്തുന്നതാണ് ആ ഒരു ശബരിമലയുടെ ഭംഗി എന്ന് പറയുന്നത്. അതിന് ഈസി ആക്കുക എന്നുള്ളത് ശരിക്കും ഓരോന്നിനും ഓരോ സംഗതി. ഇപ്പൊ അഡ്വഞ്ചർ മലകളിലൊക്കെ ഓരോരുത്തർ പോകാറുണ്ട്. അത് വളരെ സ്മൂത്ത് ആയിട്ട് കയറിപ്പോയാൽ പിന്നെ അവിടെ ഒരു അഡ്വഞ്ചർ സംഗതി വരുമോ? ഇല്ല. അപ്പൊ ശബരിമല എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഈ മലയിൽ കയറുന്ന ഒരു പാടും കല്ലും മുള്ളും താണ്ടി അയ്യപ്പനെ കാണാൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ കല്ലും മുള്ളും താണ്ടി പോകുന്നതാണ്, വ്രതശുദ്ധിയോടെ പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അത് താണ്ടി ചെന്ന് അത്രയും ദുഷ്കരമായിട്ടുള്ള നടപ്പാതകളും ഒക്കെ താണ്ടി ചെല്ലാം. അതിനെ സ്മൂത്ത് ആക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാവരും പോകുമായിരിക്കും. പക്ഷെ മറ്റേ ആ ഒരു ദൈവികത്വം അല്ലെ അതിൻ്റെ ഒരു നിഷ്ഠ കാണണമെന്നില്ല. ചില കാര്യങ്ങളിൽ ചിലയിടത്ത് അത് അതിൻ്റെതായ പ്രകൃതിയുടെ ഭംഗിയോട് ചേർന്ന് നിലനിർത്തുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഒരുപക്ഷെ നഗരവൽക്കരണം എന്ന് പറയും. ഇവിടെ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ വികസനങ്ങൾ വന്നോട്ടെ, അല്ലെങ്കിൽ പാടങ്ങളിൽ ഇടിച്ച് മാറ്റി പണിയുന്ന ബിൽഡിങ്ങുകളുണ്ട്, കാടുകളൊക്കെ മാറ്റി. പക്ഷേ ഇനിയും കാടുകളിലേക്ക് കയറുമ്പോഴാണ് അവിടുത്തെ അതിൻ്റെ ഉടമകൾ, അതായത് മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു മൂന്നാർ ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും ഈ ആൾക്കാരെ ഇങ്ങനെ മാന്തി 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 കാട് കയ്യേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ. ഇത്ര ശതമാനം നമുക്ക് വനം, അതിനകത്ത് വന്യജീവികൾ ഉണ്ടാകും. വയനാട്ടിലെ വന്യജീവികൾ ഇറങ്ങി, അതായത് കാട്ടാനയൊക്കെ ഇറങ്ങി മനുഷ്യജീവൻ അപഹരിച്ചപ്പോൾ നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രന് കോഴിക്കോട്ട് ഫാഷൻ പരേഡും നൃത്തച്ചുവടും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. കാട്ടാന ഇറങ്ങി മനുഷ്യരെ കൊല്ലുകയാണ്. അങ്ങോട്ടേക്ക് എത്തി നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ലെന്നുള്ളതാണ്. എന്നിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിന് നേരെ കുരയ്ക്കുകയാണ് EP ജയരാജൻ. അല്ല, ഇത് ചെയ്യേണ്ട. ഇപ്പൊ പുലി ഇറങ്ങുവാണെങ്കിലും ആനകൾ ഇറങ്ങുവാണെങ്കിലും അതിനെ പിടിക്കാൻ പറ്റും. ഇല്ല, അതിന്റെ നമുക്ക് പിടിച്ചിട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാം. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ കടവുകളെ വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവരാറില്ലേ? അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് വിടാറുണ്ട്. ഇല്ലാത്ത കുറവുള്ള മേഖലകളിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ആക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ മൃഗങ്ങളെ അങ്ങോട്ട് കൊല്ലാനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും പോവും, വേട്ടയാടി പിടിക്കും. ചിക്കനും അല്ലെങ്കിൽ ഇറച്ചിയോട് പ്രിയമുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. അവരെല്ലാം ഓരോ വെടി എടുത്തുകൊണ്ടങ്ങ് ചെല്ലും. അല്ല, ഇതിനൊക്കെ വനപാലകരുണ്ടല്ലോ. ഇവരിത് ശക്തമായ നിരീക്ഷണം കൂട്ടുകയും ഒക്കെയാണ് വേണ്ടത്. അവരുടെ വേണ്ട തരത്തിലുള്ള സ്റ്റാഫിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് വനനിരീക്ഷണം കൂട്ടിയെടുത്ത് കൊണ്ടുവരികയും അങ്ങനെ ഇതിനെ എങ്ങനെ ഇറങ്ങുന്നവനെ തിരികെ വനത്തിലേക്ക് തന്നെ വിടാനും, അതുപോലെ തന്നെ കൃഷിനാശം വരുത്തുന്നവരെ അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവന്നു കാര്യത്തിൽ പുലിപ്പല്ലിന്റെ വിവാദം വന്നപ്പം നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നമ്മുടെ ഭരണകൂടം തിരിഞ്ഞു. രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം തിരിഞ്ഞു. കാരണം അവരെ ഒറ്റപ്പെടുത്തുന്നവർ അവരവരുടെ ജോലിയാണ് ചെയ്തത്. അതിനെ അനുവദിക്കാതെ ഈവൻ പിണറായി സർക്കാർ ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥർക്കെതിരായി, ആ മന്ത്രി തന്നെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് തിരികെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്തരത്തിൽ അവർക്കെതിരായിട്ട് വരുമ്പോൾ അവർക്കും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് എപ്പോഴും ഈ ഒരു ഈ വനപാലകരുടെ ഒരു സംരക്ഷണം ഇതിനകത്ത് എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമെന്ന് പറയുന്നത്.